വൈപ്പറൊക്കെ വർക്ക് ചെയ്തു, നമ്മുടെ സ്റ്റീരിയോ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ക്ലസ്റ്ററിലൊന്നും കാണിക്കാനില്ല. അപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ വാഹനം സ്റ്റാർട്ടായി. ഓക്കെ, ഇനി നമ്മൾ ഡ്രൈവ് പോവാണ്. ഏകദേശമല്ല, കൃത്യം കിലോമീറ്റർ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പം ഞാൻ കണക്ട് ചെയ്തു. ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഞാനിത് കറക്റ്റായിട്ട് ആ ലോക്ക് ഇട്ടു. ക്ലസ്റ്റർ മീറ്റർ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ മറിയോ? ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു വാഹനമാട്ടെ, ആ വാഹനത്തിൻ്റെ സ്പീഡോമീറ്റർ അഥവാ ഈ ക്ലസ്റ്റർ യൂണിറ്റ് ഫുള്ളിങ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ സെലീറിയോ വാഹനത്തിൻ്റെയാണ്, ഞാനിതിപ്പോൾ ഇങ്ങനെ അഴിച്ചെടുത്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മളൊരു മീറ്റർ കൺസോൾ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ മീറ്റർ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കിലോമീറ്റർ ഓടുമോ? അതോ അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടിയാലും നമ്മുടെ ഇതിനകത്തുള്ളത് പോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? ഇന്ന് ആ സംശയം നമുക്ക് തീർക്കാം. പെട്ടെന്ന് ഇവനെ എങ്ങനെയാണ് അഴിക്കുന്നതെന്നും ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ കിലോമീറ്റർ മറിയുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജെറ്റ് എക്സ്പ്ലോറർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ മീറ്റർ യൂണിറ്റ് ഒന്ന് അഴിക്കാം. സെലീറിയോയുടെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേണ്ടേ ഇങ്ങനെ ഒന്ന് ബുക്ക് ചെയ്യാം. അതെ, കണ്ടോണം. കണ്ടോ? യെസ്, കവർ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വയറൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. വേറൊന്നുമല്ല, ഓരോ ക്യാമറയുടെയൊക്കെ പരീക്ഷണമായിട്ടൊക്കെ ഇങ്ങനെ ഓടുന്നതുകൊണ്ടാണ്. അപ്പം ഇവിടെ 1, 2 സ്ക്രൂസും ഞാൻ പെട്ടെന്നൊന്ന് അഴിക്കട്ടെ. അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ കൂടെ നമുക്ക് നോക്കണ്ടേ. ഞാൻ കീ ഇട്ടു, ഓണാക്കി. 57,059 കിലോമീറ്ററാണ് നിലവിലുള്ള. എന്നാൽ ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് ട്രിപ്പ് എ, ട്രിപ്പ് ബി. അപ്പോൾ ട്രിപ്പ് എ ഞാൻ പ്രസ് ചെയ്ത് 0 ആക്കുകയാണ്. ശ്രദ്ധിച്ചോണം, 0 കിലോമീറ്റർ ആക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ട്രിപ്പിൽ തന്നെ പ്രസ് ചെയ്തു. ഇപ്പോഴത്തെ കിലോമീറ്റർ 57,059. എല്ലാവരും അപ്പോൾ നോട്ട് ചെയ്തു, 57,059. ഇനി ഞാൻ ഈ മീറ്റർ ഒന്ന് അഴിക്കുക. കീ ഓഫ് ചെയ്തു, ഊരി വെച്ചു. ആ 2 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ക്ലിപ്പാണ് വരുന്നത്. ആ ക്ലിപ്പ് ഞാനിങ്ങനെ വലിച്ചാലിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ ഈ കാണുന്നൊരു കപ്ലർ ഞാൻ അങ്ങ് വിടിക്കുകയാണ്. ഓക്കെ, ആ കപ്ലർ ഊരിയെടുത്തു. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ ഇവനിങ് അഴിച്ചെടുത്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ വാഹനത്തിൽ ഇപ്പോൾ ക്ലസ്റ്റർ മീറ്റർ ഇല്ല. സെറ്റല്ലേ? ഇനി ഞാൻ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്ലസ്റ്റർ മീറ്റർ ഊരി വെച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? നോക്കിക്കോണം. ഇപ്പം ക്ലസ്റ്റർ മീറ്റർ ഇല്ല, ഇവിടെ ഫുള്ള് വേക്കൻ്റ് ആണ്. താക്കോലിട്ടിട്ടുണ്ട്. 1, 2. വൈപ്പറൊക്കെ വർക്ക് ചെയ്തു, നമ്മുടെ സ്റ്റീരിയോ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ക്ലസ്റ്ററിലൊന്നും കാണിക്കാനില്ല. അപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ വാഹനം സ്റ്റാർട്ടായി. ഓക്കെ, ഇനി നമ്മൾ ഡ്രൈവ് പോവാണ്. ഏകദേശമല്ല, കൃത്യം കിലോമീറ്റർ നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടുന്ന് നേരെ, അതായത് ഇപ്പം എൻ്റെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ SH മൗണ്ട് അഥവാ മഠം ജംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് നേരെ ഡ്രൈവ് ചെയ്ത് ചൂട്ടുവരിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ചൂട്ടുവരിയിൽ നിന്നും കുമാരനെല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് കയറി മേൽപ്പാലം കയറി ഇറങ്ങിയാണെങ്കിൽ പോരുന്നത്. എങ്ങനെയാണെങ്കിലും ഒരു 3 കിലോമീറ്റർ പ്ലസ് ഡ്രൈവ് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടോണം. അപ്പം പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഇതാണ് നമ്മുടെ സേക്രട്ടാർട്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് നിങ്ങളിപ്പോൾ സ്ട്രെയിറ്റ് കാണുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ ഞാൻ കറങ്ങുകയാണ്. ഇത് ഞാൻ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, വാഹനം ഓടുന്നുണ്ട്, കിലോമീറ്റർ ഡ്രൈവ് ആകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്ത് കാണിച്ച് പറഞ്ഞു തരുന്നതിൻ്റെ പ്രധാന കാര്യം. ഓക്കെ, നെഗറ്റീവ് സൈഡ് കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഈ വാഹനത്തിൻ്റെ സ്പീഡ് അറിയാൻ സാധിക്കത്തില്ല, ഇതിൻ്റെ RPM എത്രയുണ്ടെന്ന് അറിയാൻ സാധിക്കത്തില്ല, ഫ്യൂവൽ ഗേജ് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് ഈ റോഡിലോട്ട് കയറുകയാണ്. ഇതാണ് ചൂട്ടുവരി ജംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറുന്നു. ഓക്കെ, അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, എനിക്കൊന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് ഇന്ന്. അപ്പം എല്ലാവരും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. മന്ദിരമൊക്കെ വരുന്നുണ്ടല്ലോ, മാറിയേക്കാം.
ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം കുമാരനെല്ലൂർ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പതുക്കെ കുമാരനെല്ലൂർ ഒരു മേൽപ്പാലം കയറി ഇറങ്ങി പഴയ MC റോഡ് വഴി പോകാനുള്ള പ്ലാനാണ്. കണ്ടോണം. അപ്പോൾ നമുക്ക് റെയിൽവേ ഒക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ടു പോകാൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 3 കിലോമീറ്റർ അല്ല, ഒരു 4+ കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഏതായാലും എന്തേ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മൾ മേൽപ്പാലം കയറി ഇറങ്ങി. ഇനി ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം, ക്ലസ്റ്റർ മീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ eSIM-ലോട്ട് കൃത്യമായിട്ടുള്ള കിലോമീറ്റർ ചെന്നിട്ട് ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്ലസ്റ്റർ മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിലോട്ട് തിരിച്ച് ആ റീഡിങ് വരുമോ ഇല്ലയോ? ഇപ്പം അറിയാം, വെയിറ്റ് ചെയ്യേണ്ടത്. അതെ, ഞാനിത് നേരെ അതുപോലെ കണക്ട് ചെയ്യാണ്. ഇതിൻ്റെ നേരത്തെ കിലോമീറ്റർ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആരും മറന്നില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ട്രിപ്പ് നമ്മൾ 0 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ അഴിച്ചതുപോലെ തന്നെ ഞാനിതൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഞാൻ കണക്ട് ചെയ്തു. ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഞാനിത് കറക്റ്റായിട്ട് ആ ലോക്ക് ഇട്ടു. 2 സ്ക്രൂവും കൂടെ ചെയ്യാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ തന്നെ ഫസ്റ്റ് കണ്ടോളൂ. ഞാനിപ്പം കീ ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ സൈഡിൽ നിന്ന്. ഓക്കെ, ACC ഓണാക്കി, ഇഗ്നിഷൻ ഓണാക്കി. കിലോമീറ്ററിൽ ഒരു മാറ്റവും ഇല്ല, 57,059. ഞാൻ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും 0 തന്നെയാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ കിലോമീറ്റർ പെർ ലിറ്റർ പോയി, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി പോയി, റേഞ്ച് പോയി. അപ്പം ഒരു കാര്യത്തിൽ തീരുമാനമായി, സമയം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ക്ലസ്റ്റർ മീറ്ററിനകത്ത് ഒരു പോസിറ്റീവ് ഡയറക്റ്റ് നമ്മുടെ ബാറ്ററിയുടെ വരുന്നുണ്ട്. അതായത് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാൽ ബാറ്ററിയിൽ നിന്ന് 12 വോൾട്ട് നമ്മുടെ കീ ഓഫ് ചെയ്താലും വരാൻ വേണ്ടി ഒരു ലൈനുണ്ട്. അത് മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മെമ്മറിക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്ന ലൈനാണ്. ആ ലൈൻ ഉൾപ്പെടെ ഊരിയിടുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ഡാറ്റാസ്, പക്ഷേ കിലോമീറ്റർ അഥവാ ഓഡോമീറ്റർ റീഡിങ് മാത്രം പോകത്തില്ല, ബാക്കിയുള്ളത് മൊത്തം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? ക്ലസ്റ്റർ മീറ്റർ ഊരിയിട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ മാറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു കാര്യം പറഞ്ഞു തരാം എന്താണെന്നുള്ളത്.